الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിയുമ്പടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരലോകം ഖുർആനിലും ഹദീസിലും എന്ന വളരെ അടിസ്ഥാനപരമായ വിഷയത്തിന്റെ വിവിധ അധ്യായങ്ങളെ സംബന്ധിച്ചാണ് നാം ഏതാനും ആഴ്ചകളായി ഒന്നാം ഖുതുബയിൽ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ഇഹലോക ജീവിതത്തിന്റെ പ്രാധാന്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എന്നും ആ പാരത്രിക ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മേഖല മരണം, പിന്നീട് പ്രവേശിക്കാനുള്ള ഖബർ, ഇത് നമ്മൾ 2-3 ഖുതുബകളിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഏതാനും ഖുതുബകളിലൂടെ നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ള 3-ാമത്തെ അധ്യായമാണ് യൗമുൽ ആഖിറ അഥവാ അന്ത്യദിനം എന്നറിയപ്പെടുന്ന സംഭവം. ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അംഗീകരിക്കുന്നു എങ്കിൽ അതുപോലെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചത്തിന് ഒരു ഒടുക്കമുണ്ട്, അവസാനമുണ്ട് എന്നുള്ളത്. അത് എന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഖ്ലൂഖിനും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. ആലമുൽ ഗൈബിലെ മലായികത്തുകളുടെ നേതാവായി അറിയപ്പെടുന്ന റഈസുൽ അംലാക്ക് മലക്ക് റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ലോകാവസാനം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയിൽ നിന്നത് വളരെ വ്യക്തമാണ്.
അതായത് ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും ആ വിഷയത്തിൽ ഒരു അറിവുമില്ല. എന്നാൽ അതിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന വിവിധതരം അലാമാത്തുകൾ അഥവാ അടയാളങ്ങൾ അത് വളരെ വ്യക്തമായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തിന്റെ സംഭവ ബഹുലമായ അടയാളങ്ങളെ കുറിച്ചും അതിന്റെ ആഘാതങ്ങളെ സംബന്ധിച്ചും അതിന്റെ ഭയാനകതയെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 79-ാം അധ്യായം സൂറത്തുൻ നാസിആത്തിന്റെ 42 മുതൽ 46 വരെയുള്ള ആയത്ത്. ആയത്തിന്റെ ആമുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാ. യസ്അലൂനക അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി ഈ പ്രപഞ്ചത്തിന്റെ അവസാന സമയമെന്നറിയപ്പെടുന്ന ആ ലോകാവസാനം അത് എന്താണെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. മുഹമ്മദ് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അതിന്റെ ഈ ആയത്തിന്റെ അവസാന ഭാഗം അഥവാ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു എന്ന് അവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, തീർച്ചയായും അതിന്റെ ആ അറിവ് അത് ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ ആരാണ് റസൂലേ? ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, താങ്കൾ ആ ലോകാവസാനത്തിന്റെ ഭയാനകരമായ ഭയവിഹ്വലമായ സംഗതികളെ കുറിച്ചും അതിനുശേഷമുള്ള ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൂതനാണ്, ഒരു റസൂല് മാത്രമാണ്, വ്യക്തമായ ഒരു നിബോധകൻ മാത്രമാണെന്ന് റസൂലെ താങ്കൾ അവരോട് പറയുക. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്താണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 15-ാമത്തെ ആയത്ത്, ഇന്ന സാഅത ആതിയത്തുൻ ലഖാദ് ഖഫീഹാ ലിതുസ്സാ കുല്ലു നഫ്സിൻ ബിമാ തസാ. അല്ലാഹു തആല പറയുന്നു ഇവിടെയും എന്താണ്? തീർച്ചയായും ആ ലോകാവസാനത്തിന്റെ സമയം അത് വരിക തന്നെ ചെയ്യുന്നതാണ്. ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിച്ചതനുസരിച്ചുള്ള പ്രവർത്തനം നൽകപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. വളരെ ഗോപ്യമായി വെച്ചിരിക്കുന്നതിന്റെ കാരണം അല്ലാഹു തആല മരണാന്തര ജീവിതത്തിൽ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിയിട്ട് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചതിന്റെ ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അത് കൃത്യമായി അല്ലാഹു നിങ്ങൾക്ക് നൽകാൻ വേണ്ടി അതിന് മുന്നോടിയായി അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന് ഒരു ഒടുക്കം വെച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി അനവധി അടയാളങ്ങൾ അതിൽ വരാനുണ്ട്. അതാണ് 47-ാം അധ്യായം സൂറത്തുൽ മുഹമ്മദ് 18-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല വീണ്ടും പറയുകയാണ്, ഫഅൽയൻദുറൂന ഇല്ലസ്സാഅത അൻ തഅതിഹും ബഅതൻ ഫഖദ് ജാഅ അശ്റാതുഹാ. അല്ലാഹു ചോദിക്കാ, ഫഅൽയൻദുറൂന ഇല്ലസ്സാഅ, ഇനി ആ ലോകാവസാന സമയം പെട്ടെന്ന് അവരിലേക്ക് വന്നെത്തുക എന്നതല്ലാതെ അൻ തഅതിഹും ബഅതൻ أن تأتيهم بغتة فقد جاء أشراطها. ആ ലോകാവസാനം അവരിലേക്ക് വന്നെത്തുകയല്ലാതെ മറ്റു വല്ലതിനെയും അവർ കാത്തിരിക്കുകയാണോ? വഖദ് ജാഅ അശ്റാത്തുഹാ, അതിന്റെ അടയാളങ്ങൾ അവരിലേക്ക് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അശ്റാത്തുസ്സാഅ, ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ എന്ന വിഷയത്തിൽ അശ്റാത്തുസ്സുഗ്റാ വ അശ്റാത്തുൽ കുബ്റാ, അശ്റാത്തുസ്സുഗ്റാ ചെറിയ അടയാളങ്ങൾ, വ അശ്റാത്തുൽ കുബ്റാ വലിയ അടയാളങ്ങൾ എന്നിങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കൾ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ രണ്ടായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഇഖ്തറബത്തിസ് സാഅതു
വൻഷഖൽ ഖമർ. വിശുദ്ധ ഖുർആൻ 54-ാം അധ്യായം സൂറത്ത് ഖമർ 1-ാമത്തെ ആയത്താണ്. ഇഖ്തറബത്തിസ് സാഅ. അല്ലാഹു തആല പറയാണ്, അന്ത്യനാൾ, ലോകാവസാനം അത് അടുത്തെത്തിയിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ അതാ പിളർന്നിരിക്കുന്നു. ഈ സംഭവം 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല മക്കത്തെ മുശ്രിക്കുകൾക്ക് കാണിച്ചു കൊടുത്ത ഒരു മുഇസ്സത്താണ്, അടയാളമാണ്. അഥവാ ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ ഒന്നാമത്തെ അടയാളം ഉലമാക്കൾ പറയാണ്, അശ്റാത്ത് സുഗ്റ എന്ന ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ അതിലെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വീണ്ടും പറയുന്നു, اقترب للناس حسابهم وهم في غفلة معرضون. മനുഷ്യരുടെ വിചാരണയുടെ സമയം ഇതാ അടുത്തിരിക്കുന്നു, എന്നാൽ അവർ അശ്രദ്ധയിലും പിന്തിരിപ്പിലുമാകുന്നു. അശ്രദ്ധയോടുകൂടി പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകളാണ് അവര്. കഴിഞ്ഞ ഖബറുമായി ബന്ധപ്പെട്ട അദാബിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124-ാമത്തെ ആയത്ത് എന്ത്? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന്, അതിന്റെ ഉത്ബോധനത്തിൽ നിന്ന് ഈ ദുനിയാവിന്റെ ശുഗലുകളിൽ അകപ്പെട്ടുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞാൽ അവർക്ക് ഖബർ ജീവിതം അല്ലാഹു കുടുസാക്കി കൊടുക്കുന്നതാണ്. ഇതേപോലെ തന്നെ അല്ലാഹു തആല പറയുകയാണ്, ഇഖ്തറബലിന്നാസ്, ആ ജനങ്ങൾ അവർ വിചാരിക്കുന്നു എന്ത്? ഹിസാബഹും വഹും അൻ ഗഫലത്തിൽ മുഅ്രിദൂൻ. ആ പരലോകത്ത് അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ഹിസാബിനെ അവരിതാ അശ്രദ്ധമാക്കി കളഞ്ഞിരിക്കുന്നു. അപ്പൊ ലോകാവസാനത്തിന്റെ താക്കീതാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. വീണ്ടും നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 63-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല പറയുന്നു, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു എന്ത്? അനിസ്സാത്തി, ലോകാവസാനത്തെ പറ്റി. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് എന്റെ റബ്ബിങ്കൽ മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബുഇസ്തു അന വസാഅത്തി കഹാതൈൻ. ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടുവിരലും അതുപോലെ തന്നെ നടുവിരലും ഒട്ടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ന്, ബുഇസ്തു അന വസാഅത്തി, ഞാനോ ലോകാവസാനവും ഈ 2 വിരലുകൾ വെക്കുന്ന പോലെയാണ്. ഈ 2 വിരലുകൾ അടുത്തടുത്താണ്. ചൂണ്ടുവിരൽ കഴിഞ്ഞാൽ അതിന്റെ അടുത്താണ് നടുവിരലുള്ളത്. അപ്പൊ ഈ 2 വിരലുകൾ എത്ര അടുത്താണോ ഇതുപോലെയാണെന്ന് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, 15 കഴിഞ്ഞു, ഇനിയും കാലം ഒരുപാടുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ആശ്വസിക്കണ്ട, നമ്മൾ ഒരിക്കലും അതിനെ വിദൂരമായി കാണണ്ട എന്നാണ് പറയാനുള്ളത്, അല്ലെ? ഏറ്റവും വലിയ പ്രഗത്ഭ ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്ന സ്റ്റീഫൻ ഹോക്കിൻസ്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ അദ്ദേഹം എഴുതി വെച്ചു, മരണപ്പെട്ടുപോയി എന്ത്? അഥവാ 2065 ആകുമ്പോഴേക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കാത്ത വിധം ഭൂമി ഒരിക്കലും തന്നെ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതാണ്. ഒരു ജീവജാലങ്ങൾക്ക്, ഒരു മനുഷ്യനോ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല 2065 കടന്നു വരുമ്പോഴേക്കും. അതിനപ്പുറത്തേക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു ശാസ്ത്രീയ പഠനമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടയാളങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നത് കാണുമ്പോൾ, പ്രിയമുള്ള വിശ്വാസികളെ, നമുക്കൊരിക്കലും തന്നെ ഇനിയും ഒരുപാട് കാലം നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റൂല. 2100 എന്നൊരു കലണ്ടർ, സഹോദരങ്ങളെ, നമ്മുടെ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അവര് തൂക്കുമോ അവരുടെ വീട്ടിൽ, നമ്മുടെ പള്ളികളിൽ? അല്ലാഹു ആലം. എന്റെ ഒരു മനസ്സനുസരിച്ച് പറയണത് ഒരിക്കലും അതിന് സാധ്യത വളരെ കുറവാണ്. അല്ലാഹു ആലം. കാരണം അത്രത്തോളം അടയാളങ്ങൾ അടുത്തെത്തിയിട്ടുണ്ട്.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, വലാ തഖൂമു സ്സാഅ, അന്ത്യനാള് ലോകാവസാനം സംഭവ്യമല്ല, ഹത്താ തറൗ ഖബ്ലഹാ 10 ആയാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ അവരിലേക്ക് കടന്നു വരുന്നത് വരെ ലോകം അവസാനിക്കുകയില്ലെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു. അപ്പോ അങ്ങനെയുള്ള അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കുകയില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ അന്ത്യനാളിന്റെ അടയാളങ്ങൾ അത് എന്നാണെന്ന് ഡേറ്റ് നോക്കിയാൽ പരിശോധിച്ച് അതിന്റെ പിന്നാലെ പോകാൻ അല്ല നമ്മളോട് പറഞ്ഞത്. അതിപ്പോ എന്നാണെന്ന് ഒരു മൗലവി ചോദിച്ചപ്പോ അത് അറിയില്ല. അപ്പൊ വേറൊരു പണ്ഡിതന്റെ അടുത്ത് പോയി, അതും അറിയില്ല. സൗദിയിലൊന്ന് പോയി ചോദിച്ചു നോക്കുക, അതിനും വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയി സമയം കളയണ്ട. ഇനി എന്തിനാണ് ലോകാവസാനത്തിന്റെ ഡേറ്റിനെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ടത്? അതിനല്ല പോകേണ്ടത്, മറിച്ച് ഈ അടയാളങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കുകയും അങ്ങനെ ആ ഓരോന്നോരോന്നായി പഠിച്ചുകൊണ്ട് ആ അടയാളങ്ങൾ സംഭവിച്ചത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ആ പരലോകത്തേക്കുള്ള യാത്രയിൽ ലോകാവസാനത്തിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആ ഖബർ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പ് നാളും മഹ്ശറയും വിചാരണയും അവിടെയുള്ള സിറാത്ത് പാലവും അതുപോലെ തന്നെ സൂര്യന്റെ ചുവട്ടിലുള്ള ആ ധൈര്യമേറിയ കാലഘട്ടത്തിലുള്ള നൃത്തങ്ങളും അവിടെയുള്ള അദാബുകളും അതിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഈമാൻ സ്വരൂപിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമ്മളോട് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാതെ അതിന്റെ ഡേറ്റ് അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയല്ല. നോക്കൂ നിങ്ങൾ, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് 6-ാം അധ്യായം സൂറത്തുൽ അൻആം 158-ാമത്തെ ആയത്താണ്. അതിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. അല്ലാഹ് പറയുന്നു, ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായികതു ഔ യഅതി റബ്ബുക ഔ യഅതി ബഅദു ആയാതി റബ്ബിക. അല്ലാഹ് ചോദിക്കുകയാണ്, അവർ എന്തിനാ കാത്തിരിക്കുന്നത്? മനുഷ്യരെ, മുശ്രിക്കുകളെ, കാഫിറുകളെ, മജൂസികളെ, മുനാഫിക്കുകളെ, ക്രൈസ്തവരെ, മുസ്ലിം ഉമ്മത്തിൽ തന്നെ അശ്രദ്ധമായി ജീവിക്കുന്നവരെ, മനുഷ്യരെ, ജിന്നുകളെ, എല്ലാവരോടും അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങള് എന്തിനെയാണ് നിങ്ങള് പിന്നെ ഗഫലത്തായി കാണുന്നത്? നിങ്ങൾ എന്തിനെയാണ് അശ്രദ്ധമായി കാണുന്നത്? ആ കാണുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല പറയുകയാണ്, എന്ന് ലോകാവസാനം ഇതാ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ആയാത്തുകൾ, ബഅദു ആയാത്തി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. അതുകൊണ്ട് അള്ളാഹു വരുന്നതിനെ പറ്റിയാണോ, മലക്കൾ അവരിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റിയാണോ, അല്ല ലോകാവസാനം അവരിലേക്ക് വരുന്നതിനെ പറ്റിയാണോ, അവരെന്തിനെ പറ്റിയാണ് അന്തം വിട്ട് നടക്കുന്നത്? ആ ലോകാവസാനം കടന്നു വരുന്നതിന് മുമ്പ് അതിന്റെ അടയാളങ്ങൾ കടന്നു വരും. ആ അടയാളങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ പ്രതിസന്ധികൾ അകപ്പെട്ടു പോകുന്ന മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയണമെന്ന് അല്ലാഹു തആല പറയുകയാണ്, എന്ന് നഫ്സൻ ഈമാനുഹാ. ഈ ഈമാൻ ആദ്യം സ്വരൂപിക്കണം. ശക്തമായ തൗഹീദും വഹ്ദാനിയത്തും രഹസ്യപരസ്യമായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധിയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആ ഒരു മതത്തിന്റെ ചിഹ്നങ്ങളും പാലിച്ചുകൊണ്ട് പൂർണ്ണമായും ഹറാമുകൾ കൈയൊഴിച്ച് ഏറ്റവും നല്ല ജീവിതം ആ ജീവിച്ചുകൊണ്ട് ഈ മരണാനന്തര ജീവിതത്തെയും ലോകാവസാനത്തെയും പരലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അന്നത്തെ ദജ്ജാലിന്റെ ശർറിൽ നിന്നും മഅജൂജിന്റെ ശർറിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഇമാം മഹദിയുടെ കാലഘട്ടത്തിന് മുമ്പുള്ള നിരന്തരമായ കണ്ണടപ്പിക്കുന്ന കാതടപ്പിക്കുന്ന യുദ്ധകോലാഹലങ്ങളിൽ നിന്നും പട്ടിണികളിൽ നിന്നും അങ്ങേയറ്റത്തെ സവർണ മേധാവികളുടെ പാശ്ചാത്യരുടെ സയനിസ്റ്റുകളുടെ നിരീശ്വരവാദികളുടെ എല്ലാം അക്രമങ്ങളിൽ നിന്നൊക്കെ നിർഭയത്വത്തോടുകൂടി കരുത്തുറ്റ ഈമാനോടുകൂടി ജീവിക്കണമെങ്കിൽ മുൻകൂട്ടി തയ്യാറാകണം. ആ സമയത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ റെഡിയാണെന്നും പറഞ്ഞാൽ അല്ലാഹു തആല പറയാണെന്ന് അത് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് നിഷേധിക്കുന്നവരെ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ആസ്വദിക്കുക. ഞങ്ങൾ അതിനെ ഇതാ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കതിനെ കാത്തിരിക്കാമെന്ന് ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ഏതാനും ആഴ്ചയിൽ വെള്ളിയാഴ്ചയിലെ ഖുത്ബകളിൽ, ഒന്നാം ഖുത്ബകളിൽ മരണാനന്തര പിന്നെ
ലോകാവസാനത്തിന്റെ ചെറുതും വലുതുമായ അടയാളങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിൽ വന്ന ധാരാളം ഹദീസുകളും അത് ഇൻഷാ അല്ലാഹ് സ്വഹീഹായത് മാത്രം നോക്കി ഹസനായത് മാത്രം നോക്കി ഇൻഷാ അല്ലാഹ് ഖുതുബ നിർവഹിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പൗരാണികരായ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ സമകാലികമായ പണ്ഡിതന്മാർ, അവര് ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഇറാനും ഇസ്രായേലും അമേരിക്കയും അതേപോലെ GCC എന്നറിയപ്പെടുന്ന ഗൾഫിലെ ആ അറബ് രാജ്യങ്ങൾ പലതും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധമേഖലയെ നാം നിസ്സാരമായി കാണുന്നു. പക്ഷേ ഇതെല്ലാം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അഥവാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളാണോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ ഇവിടെ അങ്ങനെ നമ്മുടെ കുടുംബവും കല്യാണവും പരിപാടികളും ഓട്ടവും പാച്ചിലേക്ക് നടക്കുകയാണ്. ആർക്കും പള്ളിയിലേക്ക് നേരത്തെ വരാൻ താല്പര്യമില്ല. ജുമാക്ക് വേണ്ടി ഒന്നാമത്തെ സഫ് കരസ്ഥമാക്കിയാൽ ലഭിക്കുന്ന കൂലി, അതൊക്കെ നമ്മൾ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എത്ര ആളുകൾ, പ്രിയമുള്ളവരെ, എവിടെ പല കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ വെള്ളിയാഴ്ച ദിവസത്തില് ശർഈയായ ഒരു കാരണം, അത് അല്ലാഹ് സ്വീകരിക്കുന്നതായ ഒരു കാരണം പറയാനില്ലെങ്കിൽ നേരം വൈകി വന്നവരും അതുപോലെ തന്നെ ഇന്ന് ഖുതുബക്ക് പങ്കെടുക്കാത്തവരും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അതിന്റെ പേരിൽ നിശ്ചയം ഹിസാബ് നേരിടേണ്ടി വരും. ഇത് ഒരു പള്ളി മാത്രമല്ല, ഈ ലക്ഷക്കണക്കിന് പള്ളികളുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ഇതും ഒരു അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് പള്ളികൾ കമനീയമായി അലങ്കരിക്കും. പക്ഷെ അവിടെ ഇബാദത്ത് ചെയ്യാൻ ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈദാകുന്ന ഇബാദത്താകുന്ന ആഴ്ചയിലെ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലൈലത്തുൽ ഖദറിനെ പോലെ ലഭിക്കുന്ന ഒരു സുവർണാവസരം എന്ന ജുമുഅക്ക് പോലും ചുറ്റുപാട് തിരക്കൊന്നു മാറ്റിവെച്ച് സഹോദരങ്ങളെ ബാങ്കൊടുക്കേണ്ട 10 മിനിറ്റ് മുമ്പെങ്കിലും വന്നിരിക്കാൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ ഭാരവാഹികൾക്ക്, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അള്ളാഹു തആല സ്വബോധവും അന്തവും നൽകുമാറാകട്ടെ. ദുആ ചെയ്യാ. അല്ലാതെ നമുക്ക് ആക്ഷേപിക്കാനോ ചീത്തറിയാനോ ഇറങ്ങി പോടാന്ന് പറയാനോ ഒന്നും നമുക്ക് വകുപ്പില്ല. അല്ലാഹു തആല പറഞ്ഞത് കൽപ്പിക്കുക, ഉപദേശിക്കുക. തിരസ്കരിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, അത് തള്ളിക്കളയാം. ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അശറാത്തു സാഅത്തി അസ്സുറ അഥവാ ചെറിയ അടയാളങ്ങൾ രേഖപ്പെടുത്തിയത് ഏകദേശം 50 മുതൽ 70 വരെ അടയാളങ്ങൾ കാണാൻ പറ്റും. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതലുണ്ടാകും. പക്ഷെ 50 മുതൽ 70 വരെയുള്ള അടയാളങ്ങൾ കാണാൻ കഴിയും. ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇബ്നു അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതേപോലെ തന്നെ ഇമാം ഖുർത്തുബിയുടെ ഭിന്ന ഗ്രന്ഥങ്ങളിൽ കാണാം. അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആധുനിക ഉലമാക്കളുടെ വ്യാഖ്യാനങ്ങൾ അഥവാ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഫൗസാൻ, അതേപോലെ തന്നെ അബ്ദുൽ അസീസ് ബിൻ ആൽ ഷൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, ഇങ്ങനെയുള്ള ആ ആധുനികരായ സലഫി ഉലമാക്കളും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ 70ഓളം അടയാളങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ വിശദീകരിച്ച് പറയാവുന്നതാണ്. ഞാൻ ഒരൊറ്റ അടയാളങ്ങൾ മാത്രമൊന്ന് വിശദീകരിച്ചു പറഞ്ഞു പോവുകയാണ്. വിശദീകരണം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ഖുതുബകളിൽ പറയാവുന്നതാണ്. ഒന്നാമത്തെ അടയാളമായി വഫാത്തുൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാണ്. രണ്ടാമത്തേത് ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നതാണ്. മൂന്നാമത്തേത് വഫാത്തുൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാണ്. നാലാമത്തേത് ഫത്ഹുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയമാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തേത് എന്താണ്? ഇസ്തിഫാദത്തു അൽമാൽ, സമ്പത്ത് വർദ്ധിക്കും. ആറാമത്തേത് ഫിത്നകൾ വർദ്ധിക്കും.
അതേപോലെ കള്ളപ്രവാചകന്മാര് കടന്നുവരും. അതേപോലെ തന്നെ വ്യാപകമായി കൊലപാതകങ്ങൾ വർദ്ധിക്കും. അതേപോലെ തന്നെ അറിവ് ഉയർത്തപ്പെടുകയാണ്. ജഹല് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ പിന്നീട് കാണാൻ കഴിയും വ്യഭിചാരം വ്യാപകമാവുന്ന കാലം വരും. മദ്യപാനം വ്യാപകമാവുന്ന കാലം വരും. അതേപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ വ്യാപകമാകും. മ്യൂസിക് സമൂഹത്തിൽ വ്യാപകമാകും. അതേപോലെ തന്നെ പള്ളികൾ അലങ്കരിക്കും. അതേപോലെ തന്നെ കെട്ടിടങ്ങൾ ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആടിനെ മേച്ചവർ മുക്കുവന്മാരായി മീൻ പിടിച്ചു നടന്ന വളരെ ദരിദ്രരായ അറബികൾ അവര് കോടീശ്വരന്മാരായി കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു കാലം വരുന്നതാണ്. പണ്ട് പിസാഗോപുരം മറ്റതൊക്കെ യൂറോപ്യന്മാരുടെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ യൂറോപ്യന്മാർ കെട്ടിടം ഉണ്ടാക്കണേയില്ല. എന്നാൽ അത് എവിടെ ഉണ്ടായി? ബുർജ് ഖലീഫ അല്ലെ? ബുർജ് ഖലീഫയുടെ ഉയരം എത്രയാണ്? 832 മീറ്റർ. ആ 832 മീറ്റർ ഉയരത്തിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയെങ്കിലും 400-450 മീറ്ററിന്റെ മുകളിലേക്ക് ആരും താമസിക്കുന്നില്ല. പേടിയാണ്. പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ അടയാളം പുലരാൻ തന്നെ. അതിനെ കവച്ചു വെക്കാൻ വേണ്ടി പിന്നീട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഖത്തർ മത്സരിച്ചു, കുവൈത്ത് മത്സരിച്ചു, അതിനും മറികടന്ന് സൗദി അറേബ്യ മത്സരിച്ചു. 1000 മീറ്റർ അഥവാ 1 കിലോമീറ്റർ നീളത്തിലാണ് സൗദി അറേബ്യയിൽ ഉണ്ടാക്കുന്നത്. ഇനി അതിനെ കവച്ചു വെക്കുന്നത് ഉണ്ടാക്കുന്നു 1001 എന്ന് കേൾക്കുന്നു. അപ്പോൾ 2000 മീറ്റർ അഥവാ 2 കിലോമീറ്റർ നീളമുള്ള വലിയ ഗോപുരം സൗദി അറേബ്യയിൽ ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഈ റസൂലുള്ളാഹിയുടെ വചനം സദഖ റസൂലുള്ളാഹ്. പുലർന്ന മുഅ്മിനീങ്ങളെ, ഇത് ഇങ്ങനെ കസ്റത്തുൽ ഫിത്തനുകൾ വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ ഭൂമി കുലുക്കം വർദ്ധിക്കുകയാണ്. അതേപോലെ തന്നെ മാറാരോഗങ്ങൾ, മരുന്ന് കിട്ടാത്ത രോഗങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ മൗത്തുൽ ഫുജഅ, പെട്ടെന്നുള്ള മരണമുണ്ടാകും. അതേപോലെ തന്നെ യോഗ്യതയില്ലാത്ത ആളുകൾ നേതാക്കന്മാരായ അധികാരത്തിൽ വരുന്ന കാലം വരും. അതേപോലെ അമാനത്തുകൾ വഞ്ചിക്കപ്പെടും, കള്ളസാക്ഷ്യം വർദ്ധിക്കും, വിശ്വസ്തത നഷ്ടപ്പെടും, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കാലം വരും. ഭാര്യമാരെ അനുസരിക്കുന്ന, ഭാര്യമാർക്ക് വേണ്ടി ബാപ്പാനെ ഉമ്മാനെയും മർദ്ദിക്കുന്ന, സുഹൃത്തുക്കൾക്ക് വേണ്ടി ബാപ്പമാരെ ചതിക്കുന്ന മക്കൾ കടന്നു വരാനുണ്ട്. അതേപോലെ തന്നെ അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കും. അങ്ങനെ തുടങ്ങി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് സംഗതികളുണ്ട്. സ്ത്രീകൾ വർദ്ധിക്കും, പുരുഷന്മാരെ കുറഞ്ഞു വരും. അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കും, അശ്ലീലങ്ങൾ വ്യാപകമാകും, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കും, വ്യഭിചാരം വ്യാപകമാകും, പലിശ വ്യാപകമാകും, കൈക്കൂലി, അതേപോലെ തന്നെ കൊള്ളിവെപ്പ്, അങ്ങനെയുള്ളതെല്ലാം വ്യാപകമാകും. അങ്ങനെ തുടങ്ങി സുരക്ഷാ സേന വർദ്ധിക്കും, വീടുകൾ അലങ്കരിക്കും, മത്സരം കാണിക്കും. അതേപോലെ തന്നെ അച്ചടി മെഷീനുകൾ, എഴുത്തുകൾ പ്രചരിപ്പിക്കപ്പെടും, വ്യാപകമായ ഡെവലപ്മെന്റുകൾ ഉണ്ടാകും. അങ്ങനെ തുടങ്ങി മുഅ്മിനീങ്ങളെ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള റോമക്കാരുമായുള്ള യുദ്ധങ്ങളും യഹൂദികളുമായുള്ള യുദ്ധങ്ങളും, റോമ ശക്തിപ്പെട്ട് വരുന്നതും, പിന്നീട് ഇറാൻ തകരുന്നതും, അതേപോലെ മഹ്ദി ഇമാം വരുന്നതും, ദജ്ജാലിന്റെ പുറപ്പാടും, ഈസാ അലൈഹിസ്സലാം വരുന്നതും, ദജ്ജാലിനെ കൊല്ലുന്നതും, പിന്നീട് യഅജൂജ് മഅജൂജ് കടന്നു വരുന്നതും, കഅബാലയം നശിപ്പിക്കപ്പെടുന്നതും, ഇബാദത്ത് ചെയ്യാൻ ആളില്ലാതെ വരുന്നതും, അങ്ങനെ തുടങ്ങി ഭൂമിയിൽ അല്ലാഹ് എന്ന് പറയാൻ ഒരാളില്ലാത്ത കാലം വരും. നല്ല കാറ്റ് വീശും, മുഅ്മിനീങ്ങൾ മരിക്കപ്പെടും. പിന്നീട് ഭൂമിയിൽ വിഗ്രഹാരാധകരും മോശപ്പെട്ട മനുഷ്യന്മാരും ഉണ്ടാകും. പിന്നീട് സൂറെന്ന കാലത്തിൽ ഊതപ്പെടും. ഇങ്ങനെയുള്ള അനവധി അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാറുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭയാനകരമായ ലോകാവസാനത്തിന് മുന്നോടിയായ അടയാളങ്ങളെ കുറിച്ച് പഠിക്കാനും സമകാലിക സംഭവങ്ങളുമായി അത് കൂട്ടിച്ചേർത്തുകൊണ്ട് മനസ്സിലാക്കാനും അങ്ങനെ ഈമാൻ നന്നായി സ്ഥിരപ്പെടുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله حمدا كثيرا طيبا مباركا فيه. اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ഷിർക്ക് തൗഹീദ് സമഗ്ര പഠനമെന്ന ഒരു വളരെ ബൃഹത്തായ വിഷയമാണ് രണ്ടാം ഖുത്ബയിൽ നമ്മൾ പ്രതിപാദിച്ചു വരുന്നത്. അതില് ഷിർക്കിന്റെ ഉത്ഭവ കാലഘട്ടം എന്നാണെന്നും ഷിർക്ക് വിവിധ കാലഘട്ടങ്ങളിൽ എന്ന വിഷയത്തിൽ നമ്മളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി അല്ലാഹു തആലയിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാഇ വസിഫാത്തിലും അവന്റെ ദാത്തിലും അവന്റെ അഫ്ആലിലും അവന്റെ എല്ലാ വിശേഷണങ്ങളിലും പങ്കു ചേർക്കുക, അവന് മാത്രം അനുവദിക്കപ്പെട്ടതും അവന് മാത്രം നൽകേണ്ടതുമായ ഇബാദത്തിന്റെ വശങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകുക, അതാണ് ഷിർക്ക് എന്നും ആ ഷിർക്ക് മുസ്ലിം ഉമ്മത്തിൽ തന്നെ ഖിയാമത്താളാകുന്നതിന് മുമ്പ് കടന്നു വരുമെന്നും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ലാ തഖൂമ സഅ ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് മുശ്രിക്കുകളോട് ഒരു വിഭാഗം സാമ്യപ്പെടാതെ ലോകാവസാനം വരികയില്ല എന്നും വഹത്താ തുഅബദൽ ഔസാൻ വഹത്താ തുഅബദൽ ലാത്ത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടുമെന്നും കല്ലുകളെ വരെ ആരാധിക്കുന്ന ഉമ്മത്ത് മുസ്ലിം ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, അതേപോലെ തന്നെ അറിയാം ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലിബ്ബിൽ ലതബഅതുമൂഹു അവില്ല ദഖൽതുമൂ. ജൂതക്രിസ്ത്യാനികളുടെ പിഴച്ച സംസ്കാരങ്ങളെ, മാർഗങ്ങളെ, അതേപോലെ തന്നെ അവരുടെ വ്യതിയാനങ്ങളെ എല്ലാം ചാണിന് ചാണാനും മുഴത്തിന് മുഴമായും ഉമ്മത്ത് മുസ്ലിം പിൻപറ്റുക തന്നെ ചെയ്യും. GCC എന്ന ആ അറബി എമിറേറ്റ്സ് മുഴുവനും ഇന്ന് ആ പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് പോയി. പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് പോലും ഇനി വരാൻ പോകുന്ന 2032 ശേഷമുള്ള സൗദി അറേബ്യയുടെ 2033 ആഘോഷത്തോടു കൂടി 6000-ഓളം വരുന്ന നക്ഷത്രമാളുകൾ, ഹോട്ടലുകൾ വരും എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. അവിടെ കിട്ടാത്ത ഒരു കൂത്താട്ടം ഉണ്ടാവില്ല, അവിടെ നടക്കാത്ത ഒരു തോന്നിയാസം ഉണ്ടാവില്ല. ആ രൂപത്തിൽ കടന്നു വന്ന് പരിശുദ്ധ കഅബാലയം കാട് മൂടപ്പെട്ട് ആ കഅബാലയത്തിന്റെ കല്ലുകൾ പൊളിച്ചടക്കുന്ന ഒരു ദിനം വരാനുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ എത്രത്തോളം അല്ലാഹുവിൽ നിന്ന് ആളുകൾ അകലുമെന്ന് അത് മനസ്സിലാക്കിയാൽ മതി. മദീന മാത്രം ബാക്കിയാകും, ദീൻ യമനിലേക്ക് മടങ്ങും. ഇതൊക്കെ ഈ ശിർക്ക് എന്ന ആ മഹാപാപത്തിന്റെ ഗൗരവമാണെങ്കിൽ ഇന്ന് കേരളക്കരയിലും തനതായ രൂപത്തിൽ തന്നെയാണ് അനവധി മുസ്ലിം സമുദായം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ നയിക്കുന്ന പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ശിർക്ക് എന്നത് നമുക്ക് ഗൗരവം മനസ്സിലായി. ഇനി ശിർക്കിന്റെ നിർവചനം എന്താണ്? ഇതാണ് പല ആളുകൾക്കും ഇന്നുള്ള സംശയം, തർക്കവും അങ്ങനെ തന്നെ. ശിർക്കിന് നിർവചനം പറയും. തൗഹീദിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട അല്ലാഹു തആലയോട് മാത്രമേ നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സഹായം തേടാവൂ. അതുകൊണ്ട് തന്നെ ആ സഹായത്തേട്ട് ഒരിക്കലും മരിച്ചുപോയ ഒരു മഹാത്മാക്കൾക്കോ അതുപോലെ കബറുകൾക്കോ കല്ലുകൾക്കോ നിങ്ങൾ കൊടുക്കരുത്, നക്ഷത്രത്തിനോ സൂര്യനോ ചന്ദ്രനോ വിഗ്രഹങ്ങൾക്കോ കൊടുക്കരുത് എന്ന് പ്രഖ്യാപിച്ച് കടന്നു വന്ന തൗഹീദിന്റെ മഹത്തായ ആദർശ കൂട്ടായ്മയിൽ പോലും ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണോ അല്ലേ, മുത്തലക്കൻ ശിർക്കാണോ, പൂർണ്ണമായ ശിർക്കാണോ അല്ലേ എന്നവർ തർക്കം വരെ വന്നു എന്ന് മാത്രമല്ല, ഭിന്നിപ്പുകൾ വരെ ഉടലെടുത്തു എന്ന് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കും കുഫറും ആരോപിച്ചത് ശിർക്കിന്റെ ആളുകൾ ഇന്ന് ക്ലിപ്പിട്ട് ആസ്വദിക്കുന്ന അവസ്ഥ വരെ വന്നെങ്കിൽ നമ്മൾ ആരും ശിർക്കിന്റെ നിർവചനം പഠിക്കാതെ പോകരുത്. ശിർക്ക് നിർവചനം പഠിച്ചെങ്കിലേ നമുക്ക് ഓരോ വ്യതിയാനങ്ങൾ കാണുമ്പോൾ അതിലെവിടെയാണ് ശിർക്ക്, അതാണ് ഇന്നത്തെ ചോദ്യം. അതിലെവിടെയാണ് ശിർക്ക്? ശിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആരോപിച്ചാൽ പോരാ, തെളിയിക്കണം എന്നാണ് പറയാറുള്ളത്, അല്ലെ? ആ ശിർക്ക് തെളിയിച്ചു കൊടുത്താൽ അപ്പൊ പറയും, അവിടെ അത് ഇസ്തിആസ എന്ന് പറയുന്ന ദുആ അല്ല, അത് കേവലം സഹായത്തേറ്റമാണ്.
ജീവിച്ചിരിക്കുന്ന കഴിവുള്ള മുമ്പിലുള്ള ഒരാളോട് നമ്മള് അവന്റെ കൈവിൽപ്പെട്ട ഭൗതികമായ കാര്യം ചോദിച്ചാൽ ശിർക്കാണോ? എന്നൊന്ന് കൈപിടിക്കൂ, എനിക്കൊരു വെള്ളം കൊണ്ടുവന്ന് സഹായിക്കൂ, എനിക്കൊന്ന് വഴി കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അല്ല. എങ്കിൽ അത് അള്ളാന്റെ ഒരു സൃഷ്ടിയോട് ചോദിച്ചാലും അത് ശിർക്കല്ല എന്ന് ഇന്ന് തൗഹീദിന്റെ ആളുകൾ വരെ പറയേണ്ടി വന്നെങ്കിൽ ഇത് എത്രത്തോളം സഹോദരങ്ങളെ ഉറുമ്പരിച്ചു വരുന്ന പോലെ നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കയറി വരും. അതുകൊണ്ട് ശിർക്കിന്റെ താരീഫ് എന്താണെന്ന് ചോദിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ കൊണ്ടോ സുന്നത്തിലോ ധാരാളം സ്ഥലങ്ങളിൽ ശിർക്ക് എന്താണെന്നും അതിന്റെ ഗൗരവം എന്താണ് എന്നും അത് ഏത് രൂപത്തിലാണ് എന്നൊക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇവകളെ ആധാരമാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ചില നിർവചനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നേർക്ക് നേരെ ഖുർആനോ ഹദീസോ ഇതാണ് ശിർക്കിന്റെ നിർവചനം എന്ന് പഠിപ്പിച്ചിട്ടില്ല. കാരണം നിർവചനം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ, മറിച്ച് നേർക്ക് നേരെ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ വിശദീകരിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കാര്യം കൂടെ മാത്രം ആ വിഷയത്തിൽ മനസ്സിലാക്കുക. 13-ാം അധ്യായം സൂറത്തുർ റഅദ് 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമായി കൊണ്ട് തന്നെ ശിർക്കിനെ അതാ പഠിപ്പിക്കുകയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥമായ വിളിച്ചു കേൾക്കുന്നത് അല്ലാഹുക്ക് മാത്രമുള്ളതാണ്. ദഅവത്ത് എന്താ? ദുആ. ആ ദുആ അല്ലാഹുക്ക് മാത്രമുള്ളതാണ്. വല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നു, ലാ യസ്തജീബൂന ലഹും ബിശൈഇ, അവർ ഒരു ഉത്തരവും നിങ്ങൾക്ക് ചെയ്തു തരൂല. അതുകൊണ്ട് ഇരുളിന്റെ മറവിൽ തപ്പിത്തടഞ്ഞാലും ശരി, പുഴയിലൂടെ ഒഴുകി പോകുമ്പോഴായാലും ശരി, കപ്പലിൽ അകപ്പെട്ടാലും ശരി, അതേപോലെ തന്നെ ജയിലിൽ കുടുങ്ങിയാലും ശരി, അതേപോലെ തന്നെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി, അവിടെ അള്ളാന്റെ ഔലിയാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ ആരെ വിളിച്ചാലും അല്ലാഹു പറയുന്നില്ല ഒരു ഉത്തരവും ഒരാൾക്കും നിങ്ങൾക്ക് തരൂലാന്ന് മാത്രമല്ല, إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه. അല്ലാഹുവിന്റെ ഉദാഹരണത്തിന്റെ ഗാംഭീര്യത നോക്ക് നിങ്ങൾ. അല്ലാഹു തആല പറയാണെന്ന് ഒരു പുഴക്കരയിൽ നിന്ന്, ഒരു കുളക്കരയിൽ നിന്ന്, ഒരു കിണറ്റിന്റെ വക്കത്ത് നിന്ന് ഒരാൾ രണ്ട് കയ്യും നീട്ടിയിട്ട് അവൻ പറയുന്നു, ആ വെള്ളം എന്റെ വായിലേക്ക് എത്തട്ടെ, ആ വെള്ളം എന്റെ വയറ് നിറക്കട്ടെ എന്ന് ഒരാള് വെള്ളത്തിലേക്ക് കൈ നീട്ടിയിട്ട് പറയുന്നത് പോലെയാണ് അല്ലാത്ത ആളുകളോട് സഹായം തേടുന്നത്. എന്നാൽ ആചാര്യ ഒരു 5000 രൂപ കാണുന്നത് സഹായിക്കുന്നു പറയുന്നതോ, ഡോക്ടർ എന്റെ കുട്ടിക്ക് രോഗമുണ്ട് മരുന്ന് തരൂ എന്ന സഹായം തേടുന്നതോ, അതേപോലെ തന്നെ എന്നെ ഒന്ന് കൈപിടിക്കൂ, എനിക്ക് ഈ കാര്യങ്ങൾ സാധിപ്പിച്ചു തരൂ എന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഹയ്യായ ഹാദിറായ ഖാദിറായ അഥവാ ജീവിച്ചിരിക്കുന്ന കഴിവുള്ള പ്രസന്റ് ഉള്ള ഒരു മനുഷ്യനോട് അവന്റെ കഴിവിൽപ്പെട്ട അല്ലെങ്കിൽ ദുആ അല്ലാത്ത അല്ലെങ്കിൽ അഭൗതികമായ കാര്യങ്ങൾ ആ മനുഷ്യന്റെ സൃഷ്ടിക്ക് പരിമിതമായ ആ കാര്യം മനുഷ്യനോട് സഹായം തേടുന്നത് തെറ്റല്ല എന്നും ജായിസാണെന്നും പുണ്യകർമ്മമാണെന്നും അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചർച്ചയില്ല. ചർച്ച ഉള്ളത് മുഴുവൻ എവിടെയാണ്? ആലമുൽ ഗൈബിൽപ്പെട്ട അർവാഹുകൾ, മരണപ്പെട്ടു പോയവർ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, കല്ല്, മുള്ള്, മുരട്, ജിന്ന്, മലക്ക്, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച. അല്ലാഹു പറയുന്നു, വെള്ളത്തിൽ നിന്റെ കരയിൽ നിന്ന് കൈ നീട്ടുന്നവനെ പോലെയാണ്. അവന്റെ വായിലേക്ക് ആ വെള്ളം എത്തൂലല്ലോ. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ. വമാ ദുആഉൽ കാഫിരീന, ഈ നിഷേധികളുടെ ദുആ. ഏത് നിഷേധി? ഏത് കാഫറാണ് പറഞ്ഞതല്ല? രാജനും കുര്യാഘോസും മാത്യൂസും അല്ലെങ്കിൽ ജാമിദ ടീച്ചറും ആകുന്ന നിഷേധികളെ മാത്രമാണോ? അല്ല, അല്ലാഹു തആലയോട് മാത്രം ദ്വാരക്കണം എന്ന് പറഞ്ഞ ഈ ദുആ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കിനോ ജിന്നിനോ മഹാത്മാക്കൾക്കോ ഖബറിനോ കൊടുത്താൽ അവനെ പറ്റി അള്ളയാ പറഞ്ഞത് എന്ത്? ദുആഉൽ കാഫിരീന, ഈ കാഫിറിന്റെ ദുആ ഇല്ലാ ഫി ളലാൽ, വഴികേടിലല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അല്ലാത്തവരെ വിളിച്ചത് കാഫറാണ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തരുന്നത് മുശ്രിക്കാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇവിടെ ദുആ എന്നത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്താണെന്നും അത് അള്ളാഹിന്റെ സൃഷ്ടികൾ കൊടുത്താൽ ശിർക്കാണെന്നും ഈ ആയത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം ആയത്തുകളും അതേപോലെ ആ വിഷയത്തിൽ വന്ന ഹദീസുകളും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ ആ വിഷയത്തിൽ പറഞ്ഞ നിർവചനവും നമുക്ക് അടുത്ത ആഴ്ചയിലെ ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ട്
പ്രമാണങ്ങൾ കൃത്യമായ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന എല്ലാ മാർഗങ്ങളെയും അവലംബിച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا.